ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടിയെ ചെയർമാനാക്കി സംസ്ഥാന ചലച്ചിത്ര അക്കാദമി പുനഃസംഘടിപ്പിച്ചു. കുക്കു പരമേശ്വരനാണ് വൈസ് ചെയർപേഴ്സൺ. പ്രേംകുമാർ അധ്യക്ഷനായ ഭരണസമിതിയുടെ കാലാവധി കഴിഞ്ഞു എന്നാണ് വിശദീകരണം. അതേസമയം ചലച്ചിത്രമേളയുടെ തയ്യാറെടുപ്പുകൾ നടക്കുന്നതിനിടെയാണ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത്. അതിനിടെ നാളെ നടത്താനിരുന്ന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനം നവംബർ 3-ലേക്ക് മാറ്റുകയും ചെയ്തു. 3 വർഷമാണ് ഒരു ഭരണസമിതിയുടെ കാലാവധി. 2022 ജനുവരിയിലാണ് രഞ്ജിത്ത് ചെയർമാനായിട്ടുള്ള നിലവിലെ ഭരണസമിതി നിലവിൽ വന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനെ തുടർന്നുള്ള ആരോപണത്തിൽ രഞ്ജിത്ത് പുറത്തുപോയപ്പോൾ വൈസ് ചെയർമാനായിരുന്ന പ്രേംകുമാറിന് ചുമതല നൽകുകയായിരുന്നു. ഇപ്പോൾ 26 അംഗങ്ങളുള്ള ഭരണസമിതിയാണ് പുനഃസംഘടിപ്പിച്ചത്. ഓസ്കർ പുരസ്കാര ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് ചെയർമാൻ. കുക്കു പരമേശ്വരനെ വൈസ് ചെയർമാനായി നിയമിച്ചു. സി അജോയാണ് സെക്രട്ടറി. ജനറൽ കൗൺസിലിൽ നിഖില വിമൽ, സുധീർ കരമന, സിത്താര കൃഷ്ണകുമാർ, അമൽ നീരദ, എസ് സോഹൻലാൽ, പൂജപ്പുര രാധാകൃഷ്ണൻ തുടങ്ങിയവർ അംഗങ്ങളാണ്. ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കാനിരിക്കെയാണ് ഭരണസമിതി പുനഃസംഘടിപ്പിച്ചത്. നാളെ നടത്താനിരുന്ന അവാർഡ് പ്രഖ്യാപനം നവംബർ 3-ലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇക്കുറി തലസ്ഥാനത്ത് നിന്ന് മാറ്റി തൃശൂരിലാണ് പുരസ്കാര പ്രഖ്യാപനം. അതേസമയം നിലവിലെ ഭരണസമിതി IFFKയുടെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയ വേളയിലാണ് മാറ്റമുണ്ടായതെന്നതും ശ്രദ്ധേയം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.